നമസ്കാരം. മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരുടെ കൂട്ടായ്മയായ മൈൻഡ് ട്രസ്റ്റിന്റെ വാർത്താ ബുള്ളറ്റിനായ റീമൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഖിൽ. ഒപ്പം പെൻഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 4 അംഗങ്ങൾക്കായി ആകെ 22,000 രൂപ നൽകാൻ സാധിച്ചു. കൂടാതെ മൈൻഡ് അംഗങ്ങളുടെ ചികിത്സ, മറ്റ് ഹോസ്പിറ്റൽ ചിലവുകൾക്കായി സ്നേഹസമ്മാന പ്രൊജക്ടിന് കീഴിൽ ഏപ്രിൽ മാസത്തിൽ ആകെ 20,000 രൂപ വിതരണം ചെയ്തു. സുശീലം പ്രൊജക്ടിന്റെ കീഴിൽ പ്രാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 6 കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി നൽകി. നൈപുണ്യ പ്രൊജക്ടിന്റെ ഭാഗമായി മലപ്പുറം സ്വദേശി ശ്രീലാലിന് ഫ്രാക്കമൻ എന്ന കമ്പനിയിൽ ജോലി ലഭിച്ചു. അവനി പ്രൊജക്ടിന്റെ 21 ഇക്കോ ചലഞ്ചിൽ വിജയിച്ചവർക്ക് റിട്ടയർഡ് അഗ്രികൾച്ചർ ജോയിന്റ് ഡയറക്ടർ സുമ പിള്ളയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പ്രയാൻ പ്രൊജക്ടിന് കീഴിൽ മൈൻഡിലെ കുട്ടികൾക്ക് വേണ്ടി ഹാപ്പിനെസ്റ്റ് എന്ന പേരിൽ 2ാമത്തെ വെർച്വൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രേരണ പ്രൊജക്ടിന്റെ ഭാഗമായി പ്രഥം ക്ലാസ് തുല്യതാ പരീക്ഷ മികച്ച വിജയം കരസ്ഥമാക്കിയ മൈൻഡ് അംഗം അനീഷ അഷ്റഫിനെ പാലക്കാട് IRMS അസിസ്റ്റന്റ് ഡിവിഷൻ ഫിനാൻസ് മാനേജർ ആയ ഷെറിൻ ഷഹനയുടെ സാന്നിധ്യത്തിൽ അനുമോദിച്ചു. ഇടം മാഗസിൻ ആകർഷണമായ ഒട്ടനവധി സൃഷ്ടികൾ ഉൾപ്പെടുത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുതിയ ലേഖനങ്ങൾ പുറത്തിറക്കി. വി പ്രൊജക്ടിന്റെ ഭാഗമായി മൈൻഡിലെ സ്ത്രീകളുടെ ആശയവിനിമയം മെച്ചപ്പെടുത്തുവാനായി വേക്കപ്പ് എന്ന പേരിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഇതോടെ റീമൈൻഡ് ഇവിടെ പൂർത്തിയായി. ഇനി അടുത്ത മാസം കാണുന്നവരെ എല്ലാവർക്കും